മഴക്കാല രോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് എലിപ്പനി. അപ്പോൾ ഇത് എലി, മറ്റു വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ മൂത്രം വെള്ളത്തിൽ കലരുകയും അത് മനുഷ്യരിലേക്ക് പകരുകയുമാണ് ചെയ്യുന്നത്. ലെപ്റ്റോസ്പിറ എന്ന ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മുറിവുകളിൽ കൂടെ, കണ്ണുകളിൽ കൂടെയൊക്കെ ഇത് പകരുന്നത്. ശരീരത്തിൽ ചെറിയ മുറിവുകളുള്ളവർ, പാദം വിണ്ട് കീറിയവർ, വളരെ അധികം നേരം വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുറേ അധികം സമയം കഴിയുമ്പോൾ നമ്മുടെ തൊലി വളരെ മൃദുവാകുകയും അതുവഴി ഈ രോഗാണു ശരീരത്തിലേക്ക് പകരാനും സാധ്യതയുണ്ട്. എലിപ്പനി ബാധിച്ചവരിൽ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശക്തമായ പനിയാണ്, പിന്നീട് നല്ല തലവേദന ഉണ്ടായിരിക്കും, ശരീരവേദന ഉണ്ടായിരിക്കും, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് നിറവ്യത്യാസം ഉണ്ടാകും മൂത്രത്തിന്, അതുപോലെ തന്നെ പ്രകാശത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ കണ്ണുകളുടെ നിറവ്യത്യാസം, അതായത് മഞ്ഞയോ ചുവപ്പോ നിറവ്യത്യാസം കണ്ണുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എലിപ്പനി യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അത് വൃക്കകൾ, ശ്വാസകോശം, തലച്ചോറ്, കരൾ എന്നിവയെ ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എലിപ്പനിയെ പ്രതിരോധിക്കാനായി ചില മാർഗങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ പരിസരങ്ങൾ ശുചിയായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക, അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുക, പിന്നെ ജലാശയം, തോടുകൾ, കുളങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവർ കയ്യുറയും കാലുറയും ധരിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യുക. പിന്നെ ചെറിയ കാലിനും കൈക്കും ഒക്കെ മുറിവുള്ളവർ കഴിവതും ഇത്തരം വൃത്തിഹീനമായ ജലാശയങ്ങളിൽ ഇറങ്ങി ജോലി ചെയ്യാതിരിക്കുക. അങ്ങനെ നിർബന്ധിതമായ ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ അവർ ജോലിക്ക് മുമ്പും അതിനുശേഷവും മുറിവുകളിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ക്രീം പുരട്ടുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തൊഴുത്ത്, പട്ടിക്കൂട് എന്നിവയുണ്ട്, അത് നിങ്ങൾ വൃത്തിയാക്കുന്നു എങ്കിൽ ഈ വളർത്തു മൃഗങ്ങളുടെ വിസർജ്യവുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ എലിപ്പനി വരുന്നത് തടയാൻ കഴിയും. അപ്പോൾ ഈ ഓടകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം മലിനജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കയ്യുറയും കാലുറയും നിർബന്ധമായി ധരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നവർ ചെരുപ്പ് നിർബന്ധമായും ധരിക്കേണ്ടതാണ്. പിന്നെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്സിസൈക്ലിൻ 100 mg ഗുളികകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.